പാകിസ്ഥാനിന്റെ സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണു. അപകടത്തിൽ നിരവധി പേർ മരിച്ചു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ CPM പ്രതിഷേധിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് ജൂൺ 15-ന് തുടക്കമാകും. ട്രാൻസ്ജെൻഡേഴ്സിനും യാത്ര ചെയ്യാം. സ്ത്രീകൾക്ക് സൗജന്യ ടിക്കറ്റ് നൽകും. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. നാളെ അടിയന്തര യോഗം. അതിവേഗ റെയിൽ പദ്ധതി തീരുമാനിച്ചിട്ടില്ലെന്നും പഠിക്കാൻ സമിതിയെ നിയോഗിച്ചതാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. നെയ്യാറ്റിൻകര ദേവസ്വം ഗ്രൂപ്പിലെ 20ഓളം ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങൾ കാണാനില്ല. കണക്കുകളിൽ അവ്യക്തതയെന്ന് തിരുവിതാംകൂർ തിരുവാഭരണം കമ്മീഷണർ. നാളെ രാജ്യവ്യാപക പ്രതിഷേധം പ്രഖ്യാപിച്ച് CJP. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയില്ലാതെ പിന്മാറില്ലെന്ന് CJP. വയനാട് ബത്തേരിയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല. AI ചാറ്റ് ബോർഡ് ഇന്ത്യയിൽ പ്രവർത്തനരഹിതം. ഗൂഗിൾ ജെമിനി പ്രവർത്തിക്കുന്നില്ല. മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. തൃണമൂൽ കോൺഗ്രസ് MP സുഷ്മിത ദേവ് രാജ്യസഭാ അംഗത്വം രാജിവെച്ചു. BJPയിലേക്കെന്ന് സൂചന. കാപ്പക്കേസിൽ ജയിലിലായ തിരുവനന്തപുരം നഗരസഭ BJP കൗൺസിലർ R. സുഗതൻ കൊടും ക്രിമിനലെന്ന് LDF. നഗരസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് LDF. അന്തരിച്ച പ്രശസ്ത തമിഴ് സംവിധായകൻ ഭാരതിരാജയ്ക്ക് മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ തമിഴ് സിനിമാ ലോകം ആദരാഞ്ജലികൾ അർപ്പിച്ചു. 2026 FIFA ലോകകപ്പ് ഫുട്ബോൾ മഹാമേളയ്ക്ക് നാളെ മുതൽ പന്തുരുളും.